ഉണ്ടാകും. അവർക്ക് പറ്റിപ്പാണ് എന്ന് പുറം ലോകം വരുന്നതോടുകൂടി അവരുടെ ചീട്ട് കീറിയിരിക്കും. പിന്നെ അവർ ഈ ഫീൽഡിൽ വളരെ കുറവായിരിക്കും ഉണ്ടാകുക. അതൊരു സിനിമയുടെ പ്രത്യേകത. പക്ഷെ നല്ല വ്യക്തിത്വമാണ്, സിൻസിയറാണ്, അൽ അമീനാണ്, വിശ്വസിക്കാനുള്ള ആത്മാർത്ഥമുള്ളതാണ്, കൂടെ നിൽക്കും. അതും എൻ്റെ ഒരു പ്രത്യേകത. എന്നെ കുറിച്ച് പറയാൻ ആയില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെയാണ് PR. ദിലീപേട്ട എന്നോട് പറഞ്ഞത് എന്തിന് PR നെയ്ത്ത് തന്നെയാണല്ലോ. എനിക്ക് തരുന്ന സിനിമയുടെ അവസാന സമയം വരെ പ്രൊഡ്യൂസറിനും ഡയറക്ടറും തിയേറ്റർ റിലീസ് ചെയ്യുന്നതിന്റെ അന്ന് വരെ പ്രൊഡ്യൂസറിനും ഡയറക്ടറിനും വേണ്ടി പ്രവർത്തിക്കുകയും പബ്ലിസിറ്റി കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളാണെന്ന് ഷൈജുവിനും ചേട്ടനും എന്റെ വാട്സാപ്പിൽ രണ്ടുപേരും ഉള്ളതുകൊണ്ട് കൃത്യമായിട്ട് അറിയാം. ചെയ്ത വർക്കുകളെല്ലാം പ്രൊമോഷൻ കൊടുത്തുകൊണ്ടേയിരിക്കും. ഇന്നലെ കൂടെ ഏകദേശം 25,000 പേരിലേക്ക് കൊടുത്തുകൊണ്ടേയിരുന്നു. സിനിമ ഇൻഡസ്ട്രിയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. രജിത്ത് ചെറിയ പ്രൊഡ്യൂസറുടെ കൂടെ ആണെങ്കിലും അന്ന് അച്ഛൻ വരെ കൂടെ നിൽക്കുമെന്ന്. ഇത് ചാൻസ് വേണ്ടി പറയില്ല. എനിക്ക് നിങ്ങളുടെ ചാൻസ് തന്നില്ലെങ്കിൽ വേറെ ആൾ വേറെ ചാൻസ് തരും. കാരണം ഖുർആനിൽ വചനം പറയുന്നുണ്ട്, നിന്നെ ഒരു വശത്ത് ഒരാൾക്കാർ തളർത്തിയാൽ തടഞ്ഞാൽ നീ മറുവശത്തൂടെ വളരുക എന്ന്. അതുകൊണ്ട് വശങ്ങൾ പലതും എനിക്കറിയാം. ഏത് വശത്തൂടെ പോയാലും ഞാൻ ചതിക്കില്ല, ദ്രോഹിക്കില്ല, വഞ്ചിക്കില്ല, പറ്റിക്കില്ല. പക്ഷെ വാക്ക് പറഞ്ഞാൽ ഞാൻ കൂടെ കാണും. ഷൈജു ചാവക്കാണെങ്കിൽ ബ്രദറാണെങ്കിലും ഷൈജു ആണെങ്കിലും നാളെ ഒരാളിനെ കൊന്നാലും അദ്ദേഹത്തിനോട് ഞാൻ പറയുന്നത്, ഞാൻ നിന്റെ കൂടെ കാണുമെന്ന് പറഞ്ഞാൽ പ്രശ്നമല്ല, ഞാൻ ഓടിക്കളയത്തില്ല, ഞാൻ കൂടെ ഉണ്ടാവും. അത് എൻ്റെ കൂടെയുള്ള വേദത്തിന്റെ ഒരു അനുഗ്രഹം തന്നെയാണ്. എന്തായാലും ഇങ്ങനെ ഒരു സംരംഭത്തിന് വലിയൊരു ഒരുപാട് പൂജകൾ ഞാൻ അറ്റൻഡ് ചെയ്യും. ഏകദേശം 75-100ഓളം പൂജകളിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു പൂജകളിലും ഞാൻ ഇന്നുവരെ കാണാത്ത ഒരെണ്ണമാണ് ഉടുക്കുകൊട്ടി വരെ പാടുക എന്നുള്ള. കഴിഞ്ഞ മ്യൂസിക് ആൽബം ഇറങ്ങി. അലക്സാണ്ടർ ജേക്കബ് DGP അലക്സാണ്ടർ ജേക്കബ് ഇന്നലെ എന്നെ വിളിച്ച് അഭിനന്ദിച്ചതേ ഉള്ളൂ. കാരണം അത് ശ്രീകൃഷ്ണനെ ബേസ് ചെയ്ത് ഞാൻ ചെയ്ത ഒരെണ്ണമാണ്. ഇമോഷൻസ് ആയിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, രജിത് ഗംഭീരായിട്ട് ഇടി കിടപ്പുണ്ട്, തെളിവെല്ലാം ഇതിനകത്ത് കിടപ്പുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞ വാക്ക് അപ്പൊ അവൻ ഉടുക്ക് കണ്ടു ഞാൻ ഞെട്ടിപ്പോയി. ഉടുക്ക് അപ്പൊ ദൈവാനുഗ്രഹം ഉണ്ടല്ലോ ഈ വാക്കിന്. തീർച്ചയായിട്ടും ദൈവാനുഗ്രഹം. ഒരു വാക്കൂടെ പറഞ്ഞു കൊടുക്കാം, സിനിമ ഒരു ബിസിനസ് കൂടെയാണ്. ഇതിലെല്ലാം ആവാം. ഡയറക്ടർ സാറേ, ഞാൻ എന്ത് കോംപ്രമൈസിനും തയ്യാറാണ് കേട്ടോ. നമുക്ക് വേഷം വേണമെന്നുള്ളത് മാത്രമാണ്. എന്ത് കോംപ്രമൈസിനും ഞാൻ തയ്യാറാണ്. ഒരു ലേഡി പ്രൊഡ്യൂസർ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, മാഡം ഞാൻ എന്ത് കോംപ്രമൈസിനും തയ്യാറാണ്, വേഷം വേണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം എന്റെ ജോലി ആർട്ടിസ്റ്റാണ്. അത് കിട്ടിയാലേ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും, മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോ ആ ഒരു തലത്തിൽ നമ്മൾ സിനിമയ്ക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്യണം. പക്ഷെ കോംപ്രമൈസ് എന്ന് പറയുന്ന വാക്കിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് കുറെ പേർ ചാനലുകളിലും അവിടെ ഇവിടെ പറഞ്ഞു വരുന്നത്.